ആഗോള പ്രതിസന്ധിയായി മാറിയ ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറുമായി ബന്ധപ്പെട്ട ചില നല്ല സൂചനകൾ ദൃശ്യമാകുന്നുണ്ടെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ വിഷയത്തിൽ ഇപ്പോൾ തന്നെ അമിത ശുഭാപ്തി വിശ്വാസം പുലർത്താൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാറ്റോ വിദേശകാര്യ മന്ത്രിമാരുമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്കായി സ്വീഡനിലേക്ക് പുറപ്പെടുന്നതിന് മുൻപായി ഫ്ലോറിഡയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമാധാന കരാറിനായുള്ള പ്രാഥമിക ചർച്ചകൾ അണിയറയിൽ സജീവമായി പുരോഗമിക്കുമ്പോഴും ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ചില നിബന്ധനകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന കർശന നിലപാടിലാണ് അമേരിക്ക ആഗോള വിപണിയെ തന്നെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞത്. ആഗോള എണ്ണക്കപ്പലുകളുടെ പ്രധാന സഞ്ചാരപാതയായ ഹോർമൂസ് കടലിടുക്കിൽ മേധാവിത്വം സ്ഥാപിക്കാനുള്ള ഇറാന്റെ നീക്കമാണ് സമാധാന ചർച്ചകൾക്ക് വലിയ തടസ്സമായി നിൽക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ ടോൾ ചുമത്താൻ ശ്രമിച്ചാൽ നയതന്ത്രപരമായ ഏതൊരു കരാറും പൂർണ്ണമായും അപ്രായോഗികമായിരിക്കുമെന്ന് മാർക്കോ റൂബിയോ കർശന മുന്നറിയിപ്പ് നൽകി. അന്താരാഷ്ട്ര ജലപാതയിൽ ഇത്തരമൊരു ടോൾ സംവിധാനത്തെ ലോകത്തിൽ ഒരു രാജ്യവും അനുകൂലിക്കുന്നില്ലെന്നും ഇത് ഒരിക്കലും സംഭവിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ പുതിയ സാമ്പത്തിക സൈനിക നീക്കം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കാൻ പോകുന്നതാണെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. ഇറാൻ ഈ പിടിവാശി തുടരുകയാണെങ്കിൽ അതൊരു സമാധാന കരാറിലേക്ക് എത്തുന്നതിനെ അസാധ്യമാക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ഓർപ്പിച്ചു. കപ്പലുകളിൽ നിന്ന് പണം ഈടാക്കാനുള്ള ഇറാന്റെ ശ്രമം ലോകത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണെന്നും ഇത് പൂർണ്ണമായും നിയമവിരുദ്ധമായ ഒരു നടപടിയാണെന്നും അമേരിക്കൻ ഭരണകൂടം കുറ്റപ്പെടുത്തുന്നു. സമാധാന ഉടമ്പടി ഒപ്പുവെക്കണമെങ്കിൽ ഇറാൻ തങ്ങളുടെ കടുത്ത നിബന്ധനകളിൽ നിന്ന് ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങളിൽ നിന്നും പിന്മാറണമെന്നാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. എന്നാൽ തങ്ങളുടെ പരമാധികാര പരിധിയിൽ വരുന്ന പ്രദേശത്ത് നിയന്ത്രണം ഏർപ്പെടുത്താൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്ന നിലപാടിൽ ഇറാനും ഉറച്ചു നിൽക്കുന്നതോടെ സമാധാന ചർച്ചകളിൽ ഈ ടോൾ വിഷയം ഏറ്റവും വലിയ തർക്ക വിഷയമായി തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ ടോൾ തർക്കം ഉൾപ്പെടെയുള്ള കടുത്ത പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും അണിയറയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വഴി തുറക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര അകലം കുറയ്ക്കാൻ അയൽരാജ്യമായ പാകിസ്ഥാൻ നടത്തുന്ന ഇടപെടലുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. വെറുമൊരു ചർച്ച എന്നതിനപ്പുറം യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള ഒരു ഉടമ്പടിയിലേക്ക് ഇരു വിഭാഗത്തെയും എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. യുദ്ധം അവസാനിക്കുന്നതിനായുള്ള കരാറിന്റെ ഔദ്യോഗിക ചട്ടക്കൂട് രൂപത്തിനായി ഇരുപക്ഷവും തങ്ങളുടെ കരട് രൂപരേഖകൾ തയ്യാറാക്കുകയാണെന്നാണ് ഇറാനിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ISNA വ്യക്തമാക്കുന്നത്. തങ്ങളുടെ പ്രധാന ആവശ്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടുള്ള മേഖലകളും വ്യക്തമാക്കിക്കൊണ്ടുള്ള നിലപാടുകൾ ഇരു രാജ്യങ്ങളും ഇപ്പോൾ പരസ്പരം കൈമാറുന്നുണ്ട്. ഇത് സമാധാന നീക്കങ്ങളെ വളരെ പോസിറ്റീവായ ഒരു ചുവടുവയ്പായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ സമാധാന ഉടമ്പടി സാധ്യമാക്കാൻ മധ്യസ്ഥനായി നിൽക്കുന്നത് പാകിസ്ഥാൻ രാജ്യമാണ്. തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം മുൻനിർത്തിയും മേഖലയിലെ സമാധാനം ഉറപ്പാക്കാനും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ ഇരുവിഭാഗവുമായി നിരന്തരം ചർച്ചകൾ നടത്തി വരികയാണ്. വാഷിംഗ്ടണിലും ടെഹ്റാനിലും ഒരേ സമയം സ്വാധീനം ചെലുത്തിക്കൊണ്ട് യുദ്ധത്തിനൊരു താൽക്കാലിക വിരാമമെങ്കിലും ഇടുക എന്നതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ചർച്ചകൾ സജീവമാണെങ്കിലും ഒരു അന്തിമ ഉടമ്പടിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് ഇപ്പോൾ പറയാനാകില്ല. നിലവിലത്തെ ചർച്ചകൾ പ്രത്യാശ നൽകുന്നുണ്ടെങ്കിലും ഒരു അന്തിമ കരാറിൽ ഒപ്പുവെക്കാൻ കഴിയുന്ന ഘട്ടത്തിലേക്ക് ചർച്ചകൾ എത്തിയില്ലെന്ന് മറ്റൊരു ഇറാനിയൻ നയതന്ത്ര സ്രോതസ്സിനെ ഉദ്ധരിച്ച് അൽ ജസീറ ചൂണ്ടിക്കാണിക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധവും ടോൾ നിബന്ധനകളും പോലുള്ള സങ്കീർണമായ തർക്കങ്ങളിൽ ഇരുപക്ഷവും എന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നുവോ അന്ന് മാത്രമേ ഈ കരട് രൂപരേഖ ഒരു യഥാർത്ഥ സമാധാന കരാറായി മാറുകയുള്ളൂ. അമേരിക്കയും ഇസ്രായേലും ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ആഗോള എണ്ണ കയറ്റുമതിയുടെ 1/5 ഭാഗവും കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെയാണ് ഈ പ്രതിസന്ധി രൂക്ഷമായത്. കഴിഞ്ഞ മാസം മുതൽ അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങൾ കൂടി ഉപരോധിക്കാൻ തുടങ്ങിയതോടെ യുദ്ധം ആഗോള പ്രതിസന്ധിയായി മാറി. ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ മുൻകൈയിലുള്ള സമാധാന നീക്കങ്ങൾ വിജയിക്കുമോ അതോ ഹോർമൂസ് ഇറാന്റെ പിടിവാശി കാരണം ചർച്ചകൾ പരാജയപ്പെടുമോ എന്നാണ് ഈ ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.